ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഞായറാഴ്ചത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് എണീച്ചിട്ടുള്ളത് കേട്ടോ. വേറൊന്നുമല്ല, ചുട്ടിക്ക് നാളെ എക്സാമൊക്കെ തുടങ്ങുന്ന കാരണം കൊണ്ടേ ഇന്ന് ട്യൂഷനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഒരു 8:30 ആയിട്ടുണ്ട് നമ്മൾ എണീക്കാനൊക്കെ കേട്ടോ. അവൻ്റെ 10ാം ക്ലാസ് തുടങ്ങിയതിന് ശേഷം ഇത്ര ലേറ്റായിട്ടൊന്നും എണീക്കാൻ പറ്റാറില്ല. എന്നും നേരത്തെ എണീക്കണമല്ലോ, ട്യൂഷനൊക്കെ നേരത്തെ ഉള്ളതല്ലേ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് വന്നപ്പോഴേ നേരം പരപരാ വെളുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അമ്പലത്തിലൊന്ന് പോകാനുണ്ട്. നാളെ എക്സാമൊക്കെ തുടങ്ങിയല്ലേ. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തൊരു അമ്പലത്തിലൊക്കെ പോയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അവനെയും കൊണ്ട് കേട്ടോ. എണിച്ച വഴിക്ക് വേഗം കുളിയൊക്കെ കഴിഞ്ഞ് ഒരുങ്ങി ഇറങ്ങിയതാണ് കേട്ടോ. ബാക്കി പണികളൊക്കെ വന്നിട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ എടുത്തൊരു വീഡിയോ ആയിരുന്നേ. അമ്പലത്തിലേക്ക് പോകുമ്പോൾ നല്ല ചിരിയും കളിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കുമ്പോഴേ അവന് ദേഷ്യം പിടിച്ചിട്ട് എന്നെ വീഡിയോ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഭയങ്കര അടിയായിരുന്നു കേട്ടോ. എൻ്റെ മക്കൾക്കാണെങ്കിൽ പുറത്തുനിന്ന് ആൾക്കാരുടെ ഇടയിൽ നിന്നൊക്കെ വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വഷളുള്ളൊരു കാര്യമാണ് കേട്ടോ. പക്ഷേ നമുക്ക് ഈ ചാനലൊക്കെ ഉള്ള കാരണം കൊണ്ടും വീഡിയോ എടുക്കുന്ന ഒരു ശീലമുള്ളത് കൊണ്ടും നമുക്ക് എവിടെ പോയാലും അങ്ങനെ നാണക്കേടൊന്നുമില്ല കേട്ടോ. പിന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അവൻ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും കേട്ടോ. പിന്നെ കുറേ നേരം ഞങ്ങൾ മിണ്ടാതൊക്കെ ഇരുന്നു. അങ്ങനെ പിന്നെ ചായ ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കിച്ചണിലോട്ട് പോയി. അവന് ബ്രെഡും ജാമും പിന്നെ പഴം പുഴുങ്ങിയതൊക്കെ കൂടിയിട്ട് കൊടുത്തു കേട്ടോ. ഗോതമ്പ് വെച്ചിട്ട് 2 ചെറിയ ദോശ ഞാനും ഉണ്ടാക്കിയിട്ട് കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ ചായ കുടി എന്നുള്ളൊരു പ്രോസസ്സ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മർത്തിരുന്നിട്ട് തന്നെയാണ് ഇന്നത്തെ ഫുള്ള് ഫുഡും കഴിക്കലുണ്ടായിട്ടുള്ളത് കേട്ടോ. ഉമ്മർത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ റോട്ടിലേക്കൊക്കെ നോക്കി ഇങ്ങനെ ആസ്വദിച്ചിട്ട് കഴിക്കുമ്പോൾ അതിന് വേറൊരു ഫീൽ ഉണ്ട് കേട്ടോ. പിന്നെ ഇനി ചായയോട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങാനുണ്ട്. മുറ്റം കണ്ടില്ലേ, നല്ല അടിപൊളി ചവർ ഇങ്ങനെ നിറഞ്ഞ് കിടപ്പാണ് കേട്ടോ. ഇപ്പോൾ ജോബിന് പോകുന്ന കാര്യം കൊണ്ട് ഡെയിലി എനിക്ക് അടിക്കാനും പറ്റുന്നില്ല, അത്രയും ചവറ് കൊഴിഞ്ഞ് വീഴുമല്ലേ. അപ്പോൾ രാവിലത്തെ ഒരു തിരക്കിൽ ഇതൊന്നും നടക്കില്ല. പിന്നെ വൈകുന്നേരം വന്നാൽ നമ്മൾ ഒത്തിരി ലേറ്റായിട്ടാണല്ലോ വരുന്നത്. അപ്പോഴും അത് അവിടെ പെൻഡിങ്ങിൽ കിടക്കുകയാണ് കേട്ടോ. കൊല്ലം ഒരു ചടങ്ങ് പോലെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ചവറടിച്ച് കൂട്ടുക എന്നുള്ളത് കേട്ടോ. ഒരു ഉപകാരമില്ലാത്തൊരു മരമാണ്. എന്നെങ്കിലും അത് മുറിച്ച് മാറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? പരമാവധി നമ്മൾ മറ്റൊരാളെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക, അതാണ് മെയിനായിട്ട്. ഞാനൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ. മുറ്റത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ കുറേ ടൈം അങ്ങനെ അങ്ങ് പോകും കേട്ടോ. പിന്നെ അകത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇൻവെർട്ടറിൽ വെള്ളമൊക്കെ ഒഴിക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഒഴിച്ചു. പിന്നെ അടിച്ചോരലും തുടയ്ക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ. 2-3 ദിവസമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ മുകളിലത്തെ റൂമൊക്കെ ഒന്ന് തുടച്ചിട്ട്. അപ്പം ഇന്ന് ഏതായാലും വേണ്ടില്ല, അവിടെയൊക്കെ ഒന്ന് അടിച്ച് തുടച്ച് ക്ലീനാക്കി ഇടണം എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ചെയ്യുമായിരുന്നേ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഉച്ചക്കലത്തെ പരിപാടിക്ക് കിച്ചണിലേക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ മീനൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഇന്ന് സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. രാത്രിയിൽ ഒരു താലത്തിന് പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ മീനൊന്നും കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സാമ്പാറുമ്മ കൂടിയതാണ് കേട്ടോ. ആക്ച്വലി നമുക്ക് സാമ്പാറും പച്ചക്കറിയൊന്നും ഇഷ്ടമല്ലല്ലോ, എന്നാലും വേണ്ടില്ല, ദൈവത്തിൻ്റെ ഒരു കാര്യത്തിന് പോവല്ലേ എന്ന് വിചാരിച്ചിട്ട് പച്ചക്കറിയാക്കിയതാണ് കേട്ടോ. സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ തേങ്ങയൊന്നും വറുത്തരയ്ക്കാത്ത സാമ്പാർ പൊടി ഇട്ടിട്ടുള്ളൊരു സാമ്പാർ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ. കാരണം അച്ചുവിന് മാത്രമല്ലേ വേണ്ടുള്ളൂ, പിന്നെ നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ള പരിപ്പ് പെട്ടെന്ന് അങ്ങ് വേവുന്ന പരിപ്പാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുക്കറൊന്നും എടുത്തിട്ടില്ല, ചട്ടിയിൽ തന്നെയാണ് സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചട്ടിയിൽ നമ്മുടെ പരിപ്പൊക്കെ കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് വേവുന്ന പരിപ്പായതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ കഷ്ണങ്ങളും അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഇട്ട് ഇതുപോലെ പുളിവെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി എടുക്കുക. എനിക്ക് സാമ്പാറൊക്കെ ഓർക്കുമ്പോഴേ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന സാമ്പാറൊക്കെ കഴിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന സാമ്പാറും മീൻകറിയും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ രുചി നമ്മുടെ നാവിൽ വരുമ്പോഴേ, അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് സങ്കടമൊക്കെ വരും കേട്ടോ. അമ്മയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇപ്പോഴും അതൊക്കെ കഴിക്കാമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ. നമുക്ക് എല്ലാവർക്കും നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന ഭക്ഷണത്തിനോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടം തന്നെയാണ് അല്ലേ. അത് ചിലപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ ആ ഒരു രുചി നമ്മുടെ നാവിൽ കിട്ടിയത് കൊണ്ടാവാം അതിന് എന്നും ഒരു മധുരം ഉണ്ടാവുന്നത് അല്ലേ. അങ്ങനെ പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഓർത്ത് പോയി കേട്ടോ. പിന്നെ നമ്മളെ തുണികളൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ മുകളിലങ്ങ് തോരയിടാനായിട്ട് വന്നതാണ് കേട്ടോ. തുണികളൊക്കെ ഇടാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ തന്നെ നിൽക്കും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ സാമ്പാർ വറ്റി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് വറവിടണം. പിന്നെന്താ മുളക് വറുക്കണം. പിന്നെ വഴുതനങ്ങ വെച്ചിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ.
അപ്പോഴേക്കും പിന്നെ ചോറുണ്ണാനൊക്കെ ആയി. അപ്പോൾ ചൂടോടെയുള്ള സാമ്പാറൊക്കെ ചോറിൻ്റെ തലമണ്ടയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അച്ചുട്ടിക്കുള്ള ചോറ് അവന് കൊണ്ട് വെച്ച് കൊടുത്തു. അവൻ പിന്നെ ടി വി കണ്ടിട്ട് ചോറൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. എന്ത് കഴിക്കണമെങ്കിലും ടി വിയോ മൊബൈലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആസ്വദിച്ചങ്ങ് ഇറങ്ങുള്ളൂ കേട്ടോ. ഞാനീ പറഞ്ഞ മാതിരി ഞാൻ ഇന്നത്തെ എല്ലാ ഫുഡും ഉമ്മർത്തിരുന്നിട്ടാണ് കഴിച്ചത് കേട്ടോ. നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഒരു രസം അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇന്ന് മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ കഴിക്കാനായിട്ട്. അങ്ങനെ പിന്നെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കിടന്ന് റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ. പിന്നെ വൈകുന്നേരം നമ്മുടെ അമ്പലത്തിൽ നിന്ന് വിളക്ക് കത്തിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നലെ എണ്ണയൊക്കെ വാങ്ങിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്ക് കത്തിക്കുന്ന ആളെ കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങേര് വിളക്ക് കത്തിക്കാനൊന്നും വന്നിട്ടില്ലായിരുന്നു. എന്നാൽ പിന്നെ നാളെ രാവിലെ അങ്ങ് കത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് എണ്ണയൊക്കെ മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ചായ ഉണ്ടാക്കാൻ വേണ്ടി വന്നു. പിന്നെ മിച്ചറും ബിസ്ക്കറ്റൊക്കെ കൂടിയിട്ട് ചായയൊക്കെ കുടിക്കാൻ ഞങ്ങളിതാ ഉമ്മറത്ത് തന്നെ വന്നിരിപ്പുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് എരമംഗലത്തൊന്ന് പോകാനുണ്ടായിരുന്നേ. ഏട്ടൻ്റെ അടുത്ത് നിന്ന് ഒരാൾ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ അച്ചുട്ടിക്കുള്ള വാച്ചും ഒക്കെ കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കാൻ പോകാനൊക്കെ ഉണ്ട്. പിന്നെ ഇതാ വേഗം വിളക്കത്തിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അച്ചുട്ടിക്ക് വാച്ച് മാത്രമേ കൊടുത്തയച്ചിട്ടുള്ളൂ എന്ന് എൻ്റെ അടുത്ത് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാധാരണ ഒരു വാച്ച് ആകുമ്പോൾ ചെറിയൊരു ബോക്സ് ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പോയതേ. അവിടെ ചെന്നപ്പോൾ വലിയൊരു ബോക്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്താണ് അതിൻ്റെ അകത്ത് എന്നറിയാനുള്ള ഒരു ത്വര കൊണ്ട് ഓടി വരികയായിരുന്നേ. ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേഗം വന്ന് കത്രികയൊന്നും എടുക്കാനുള്ള നേരം ഇല്ലായിരുന്നു കേട്ടോ. എന്താ അതിൻ്റെ അകത്ത് ഉള്ളത് എന്നറിയാനുള്ള ഒരു ത്വരയായിരുന്നേ. അങ്ങനെ കുറേയൊക്കെ ഞാനും പൊട്ടിച്ച് നോക്കി. പിന്നെ അച്ചുവിൻ്റെ വക അച്ചു ഒന്ന് പൊട്ടിക്കാൻ ശ്രമിച്ച് നോക്കിയതാണ് കേട്ടോ. അവസാനം നമ്മുടെ ഐറ്റം കിട്ടിയിട്ടോ. അപ്പോൾ നമുക്കുള്ളൊരു സ്ട്രൈറ്റ്നറായിരുന്നേ. അപ്പോൾ ഏട്ടൻ വാങ്ങിച്ചു വെച്ചിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും വരുമ്പോൾ കൊടുത്തയക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ആളുടെ അടുത്ത് വാച്ച് മാത്രമേ കൊടുത്തയക്കുന്നുള്ളൂ എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ പിന്നെ എന്താ അതിൽ എന്നറിയാണ്ട് നമുക്കൊരു ടെൻഷനാണല്ലോ. ഗൾഫിൽ നിന്ന് എന്തെങ്കിലും കൊടുത്തയച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തുറക്കണ വരെ സമാധാനം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ദാ നമുക്ക് രണ്ടു പേർക്കുള്ള വാച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വാച്ച് കൊടുത്തയക്കുന്ന ഏട്ടൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ വാച്ചൊക്കെ കിട്ടി. പിന്നെ സ്ട്രെയിറ്റ്നർ കിട്ടിയപ്പോൾ പിന്നെ വേറെ ഒന്നും ആ ബോക്സിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നൊന്നും നോക്കാനുള്ള നേരമില്ലായിരുന്നു കേട്ടോ. വേഗം ഞാൻ സ്ട്രെയിറ്റ്നറൊക്കെ സെറ്റാക്കി അച്ചു എനിക്ക് മുടിയൊക്കെ ഒന്ന് അയൺ ചെയ്ത് തന്നു കേട്ടോ. പിന്നെ ഏട്ടൻ വിളിച്ചപ്പോഴാണ് പറയുന്നത് മോൾക്കും ആ ബോക്സിലൊരു വാച്ച് ഉണ്ടായിരുന്നെന്നേ. അങ്ങനെ പിന്നെ ആ കവറിൽ വീണ്ടും പോയി നോക്കിയപ്പോഴാണ് മറ്റേ വാച്ച് ഇരിപ്പുള്ളത് കണ്ടത് കേട്ടോ. അങ്ങനെ പിന്നെ താലത്തിന് പോകുമ്പോഴേക്കും മുടിയൊക്കെ സ്ട്രെയിറ്റൊക്കെ ചെയ്ത് സെറ്റ് മണിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ താലത്തിന് പോയത് ഒരു 11:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പാതിരാത്താലായിരുന്നല്ലോ. പിന്നെ തിരിച്ച് വന്നപ്പോൾ 2 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആകെ വേർത്ത് കുളിച്ചിട്ടാണ് വന്നത്. വേഗം വല്ല കുളത്തിൽ ചാടിയാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് ഓടി വരുന്നത് കേട്ടോ. അത്രയും ചൂടല്ലായിരുന്നോ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ ഞായറാഴ്ചത്തെ വിശേഷങ്ങളൊക്കെ. എഡിറ്റ് ചെയ്യാൻ കുറച്ച് വൈകി പോയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.